ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മദർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ക്ലാസ് GKയുടെ ക്ലാസ് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ആഹാരം ആരോഗ്യത്തിന് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇതിലെ മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് നമ്മുടെ ഈ പുസ്തകത്തിലുള്ളത്. ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ പുസ്തകമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ പോയിൻറ്റ്സ് മാത്രം നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. ധാന്യകം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ധർമ്മം. ധാന്യകത്തിൻ്റെ മുഖ്യ ധർമ്മമായി പറയുന്നത് എന്താണ്? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നത്, അന്നജ രൂപത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഏതിലൊക്കെയാണ്? ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും. അപ്പോൾ ധാന്യകം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാരാളം ധാന്യകം അടങ്ങിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടും നീല നിറം. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം എന്താണ്? കടും നീല. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല. പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം? 295 ഗ്രാം. എത്ര ഗ്രാമാണ് കഴിക്കേണ്ടത്? 295 ഗ്രാം. ഇത് ശുപാർശ ചെയ്തതാരാണ്? ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ, അതായത് വിറ്റാമിനുകൾ A, B, C, D, E, K എന്നിവയാണ്. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ നമുക്ക് വിറ്റാമിനുകളെ രണ്ടായി തരംതിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് A, D, E, K. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ B, വിറ്റാമിൻ C. നമുക്ക് വേണമെങ്കിൽ WBC, വെള്ളം, വാട്ടറിൽ ലയിക്കുന്നത് വിറ്റാമിൻ B, വിറ്റാമിൻ C എന്നിങ്ങനെ ഓർത്തിരിക്കാം. ഇനി നമുക്കിവിടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ. വെള്ളത്തിൽ ലയിക്കുന്നത് നമ്മൾ ഷോർട്ട് കട്ട് വഴി പഠിച്ചു, WBC അല്ലേ. വാട്ടറിൽ ലയിക്കുന്നത് വൈറ്റമിൻ B, വൈറ്റമിൻ C. ഇനി വൈറ്റമിൻ B എങ്ങനെയൊക്കെയാണ്, ഏതിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? കൂടുതലായിട്ട് കാണപ്പെടുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില ഈ ഭക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് വൈറ്റമിൻ C ആവശ്യത്തിന് ലഭിക്കുന്നത് അല്ലേ. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. അതായത് ഈ വൈറ്റമിൻ B നമുക്ക് ലഭിക്കുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിലൂടെ. ഇനി ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ B. നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B.
ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി. ധാന്യകങ്ങൾ, പ്രോട്ടീൻ, അല്ലേ? നമ്മൾ ധാന്യങ്ങളും പ്രോട്ടീനും പല ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്നു. അത് വേണ്ട വിധത്തിൽ ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടി വൈറ്റമിൻ ബി ആവശ്യമാണ്. ഇനി വൈറ്റമിൻ സി. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയാണ് പ്രധാനമായും വൈറ്റമിൻ സി ലഭിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ. ഏതൊക്കെയാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. അപ്പോൾ വൈറ്റമിൻ സി മൂലം നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പല്ല്, ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. നമ്മുടെ ത്വക്കിൻ്റെയും പല്ലിൻ്റെയും മോണയുടെയും രക്തകോശങ്ങളുടെയും ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. എന്തൊക്കെയാണ്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന്, അല്ലേ? ഇനി നമ്മൾക്ക് അടുത്തത് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി വൈറ്റമിൻ എ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. എന്നോട് പറഞ്ഞ് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. ഇനി ഈ വൈറ്റമിൻ എ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം എന്തൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ എ. ഇനി വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പാലുൽപ്പന്നങ്ങളും വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കാനുള്ള ഒരു ഭക്ഷണ വസ്തുവാണ്, അല്ലേ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. എന്തൊക്കെയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും വൈറ്റമിൻ സഹായിക്കുന്നു. അതുപോലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും വൈറ്റമിൻ ഡി സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ ഇ. സസ്യ എണ്ണകളിൽ വഴിയാണ് വൈറ്റമിൻ ഇ നമുക്ക് ധാരാളമായി ലഭിക്കുന്നത്. സസ്യ എണ്ണകൾ വഴി. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. വൈറ്റമിൻ ഇ പ്രദാനം ചെയ്യുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. നമ്മൾ മുന്നേ പഠിച്ചു, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് നമ്മളെ സഹായിക്കുന്നത് എന്താ? വൈറ്റമിൻ ബി, അല്ലേ? അപ്പം ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നത് വൈറ്റമിൻ ഇ. ഇനി വൈറ്റമിൻ കെ ആണ്. ക്യാബേജ്, ചീര, കോളിഫ്ലവർ. എന്തൊക്കെയാണ് വൈറ്റമിൻ കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ? ക്യാബേജ്, ചീര, കോളിഫ്ലവർ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ കെ ഫോർ കട്ട. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ചിത്രത്തിലേക്ക് പോവുകയാണ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. എന്താണ്? ഇരുമ്പ് ലഭിക്കുന്ന ഭക്ഷണങ്ങളോ? ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ. ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ. അത് വഴി നമുക്ക് ഇരുമ്പ് ലഭിക്കുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്താ ചെയ്യുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടുകളുടെയും പ്രവർത്തനത്തിനും. കാൽസ്യം, ഫോസ്ഫറസ് എല്ലിൻ്റെയും പല്ലിൻ്റെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും. ഏതൊക്കെയാണ് കാൽസ്യം ഫോസ്ഫറസിൻ്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഇനി സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നത് ആരാണ്? സോഡിയം. അത് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണമാണ് കറിയുപ്പ്, അറിയാം എല്ലാവർക്കും. അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, മാനസിക വളർച്ചയ്ക്കും. നമുക്ക് മാനസികമായ വളർച്ച ഉണ്ടാവണമെങ്കിലും തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും അയഡിൻ ആവശ്യമാണ്. അയഡിൻ നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കും? കടൽ വിഭവങ്ങളിൽ നിന്ന്. കടലിലുള്ള
മത്സ്യങ്ങളിൽ നിന്ന്. അയഡിൻ ചേർത്ത ഉപ്പ് കടൽ മത്സ്യങ്ങളുടെ തല. അയഡിൻ ചേർത്ത ഉപ്പും കടൽ മത്സ്യങ്ങളുടെ തലയും കടൽ വിഭവങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യത്തിന് അയഡിൻ ലഭിക്കും. അയഡിൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? മാനസിക വളർച്ചയ്ക്കും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിലെ മറ്റൊരു പട്ടികയിലേക്ക് കടക്കുകയാണ്. പട്ടിക വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? പാഠപുസ്തകത്തിലുള്ള പട്ടികകൾ. പോഷക ഘടകം, അപര്യാപ്തതാ രോഗം, ലക്ഷണം. പോഷക ഘടകം ഏതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്? വൈറ്റമിൻ എ. അതിൻ്റെ അപര്യാപ്ത രോഗം എന്താണ്? നിശാന്തത. നമുക്കറിയാം PSCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണിത് അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. വൈറ്റമിൻ എ അപര്യാപ്തത രോഗമാണ്. നിശാന്തത. ലക്ഷണം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. മങ്ങിയ പ്രകാശത്തിൽ ഒന്നും കാണാൻ വേണ്ടി സാധിക്കില്ല. അതാണ് നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് മൂലം. വൈറ്റമിൻ ബി ആണെങ്കിലോ വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ്. വൈറ്റമിൻ സി സ്കർവി ഏതിൻ്റെയാണ്? അപര്യാപ്തത രോഗമാണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. മോണയിൽ പഴുപ്പും രക്തസ്രാവവും. മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വൈറ്റമിൻ ഡി കണ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ് കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം. ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. രക്തക്കുറവ്, വിളർച്ച എന്നിവയൊക്കെയാണ് ലക്ഷണങ്ങൾ. രക്തക്കുറവും വിളർച്ചയും അനീമിയയുടെ ലക്ഷണങ്ങളാണ്. അയഡിൻ്റെ കുറവ് മൂലം വരുന്ന അസുഖമാണ് ഗോയിറ്റർ. തൊണ്ടയിൽ മുഴയാണ് കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ഭാഗം ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. നമ്മുടെ ശരീരത്തിൽ 2/3 ഭാഗം എന്താണ്? ജലം. തലച്ചോറിൻ്റെ എത്ര ഭാഗമാണ്? 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. ദഹനത്തിനൊക്കെ ഒരു മാധ്യമമായി പ്രവർത്തിക്കുന്നത് എന്താണ്? ജലം. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. പ്രതിദിനം എത്ര ലിറ്റർ ജലമാണ് നഷ്ടപ്പെടുന്നത്? 2.5 ലിറ്റർ. എങ്ങനെയൊക്കെ? മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. നമ്മൾക്ക് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും വേണ്ടത്ര അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ്. രൂപത്തിലും ബലത്തിലും. ആന്തരികാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവുമുള്ള ജീവികളാണ് മുതല, ചീങ്കണ്ണി, ആമ. ആന്തരിക അസ്ഥികൂടവും ഉണ്ടാകും, ബാഹ്യ അസ്ഥികൂടവും ഉണ്ടാകും. ഏതൊക്കെ ജീവികളാണ്? മുതല, ചീങ്കണ്ണി, ആമ. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. ഈ ഭാഗം വളരെയേറെ ശ്രദ്ധിക്കണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ. ഫീമർ കാണപ്പെടുന്ന ഭാഗം എവിടെയാണ്? തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് എവിടെയാണ്? ചെവിയിൽ. അപ്പോൾ എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫറസ്. എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തു കാൽസ്യം ഫോസ്ഫറസ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ബലമുള്ള അസ്ഥി ഏതാ? കീഴ്ത്താടിയെല്ല്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയും കീഴ്ത്താടിയെല്ലാണ്. മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ. തരുണാസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? മൂക്കിൽ, ചെവിയിൽ. മൃദുവായ അസ്ഥികളാണിവ. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നതിന് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി സന്ധികളാണ്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചലനങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ സഹായിക്കുന്നത് ആരാണ്? അസ്ഥിസന്ധികൾ. ഇനി എത്ര അസ്ഥികൾ? അടുത്ത ഭാഗം. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം
300 എല്ലുകളുണ്ടാകും. എത്രയുണ്ടാകും ജനനസമയത്ത്? 300 എല്ലുകൾ. ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് എല്ല് കുറവാന്നുള്ള ഓപ്ഷനൊന്നും പോയി മാർക്ക് ചെയ്യരുത്. 300 എല്ലുകളുണ്ടാകും, കൂടുതൽ എല്ലുകളുണ്ടാകും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ നിന്നും പലതും ഒന്നിച്ചു ചേർന്ന് എത്ര എണ്ണാകും? 206 കുറയുന്നു. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണുള്ളത്. എങ്ങനെയൊക്കെയാണ്? തലയോട്ടിൽ എത്ര എണ്ണം ഉണ്ട്? 22 എണ്ണം ഉണ്ട്. വാരിയെല്ലിൽ 12, 2 ജോഡി അല്ലേ. ഓരോ കാലിലും 30 ഉണ്ടാവും. അരക്കെട്ടിൽ 2 എണ്ണം. നട്ടെല്ല് 33. ഓരോ കൈയിലും 30 അല്ലെങ്കിൽ 32 ഉണ്ടാകും. മാറല് 1. ഒന്നും കൂടി പറയാം. തലയോട്ടിയിൽ 22 അസ്ഥികളും വാരിയലിൽ 24, ഓരോ കാലിൽ 30 വീതം, അരക്കെട്ട് 2, നട്ടെല്ല് 33, ഓരോ കൈയിൽ 30 or 32, മാറല് 1. ഓക്കെ, ആ നമ്പർ വളരെ പ്രധാനമായിട്ട് പഠിച്ചു വെക്കണം. ഇനി സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം, അതിൻ്റെ പ്രത്യേകത അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഗോളരസന്ധി. ആ സന്ധിയുടെ പേരാണ് ഗോളരസന്ധി. കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ എവിടെയൊക്കെയാണ്? ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. തോളെല്ല് സന്ധിയിലുണ്ട്, ഇടുപ്പെല്ല് സന്ധിയിലുണ്ട്. അതായത് ഗോളരസന്ധി, നമ്മളൊരു ബോൾ ഒരു സോക്കറ്റിലേക്ക് ഇട്ട് വെച്ച പോലെ അല്ലേ. അപ്പോൾ തോളെല്ല് സന്ധിയിലും ഇടുപ്പെല്ല് സന്ധിയിലുമാണ് ഗോളരസന്ധി കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ. നമ്മുടെ കൈകൾ നമുക്ക് ഏറ്റവും കൂടുതൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ചലന സ്വാതന്ത്ര്യം കൂടിയിട്ടുള്ളവയാണല്ലേ. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അപ്പോൾ മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം ഇങ്ങനെ തിരിയുന്നു. അതുകൊണ്ടാണ് അത്രയും ചലന സ്വാതന്ത്ര്യം നമുക്ക് അനുഭവപ്പെടുന്നത്. വിജാഗിരി സന്ധി. ആദ്യത്തേത് എന്താണ്? ഗോളരസന്ധി. ഇപ്പോഴത്തെ എന്താണ്? വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എവിടേക്കാണ് കാണുന്നത്? കയ്യിലൊന്ന് കുടഞ്ഞ് നിവർത്തിയേ. കൈമുട്ടിൽ, കാൽമുട്ടിലൊക്കെയാണ് വിജാഗിരി സന്ധി കാണപ്പെടുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. നമുക്കറിയാം ഡോറ് നമ്മൾ ഫിറ്റ് ചെയ്തത് വിജാഗിരി ഉപയോഗിച്ചിട്ടാണല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ഡോറെല്ലാം ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരു വശത്തേക്ക് മാത്രം. അതേപോലെ മാത്രമാണ് നമ്മുടെ കൈ, നമുക്ക് ഒരു വശത്തേക്ക് അമർത്തി നിവർത്തി ഒക്കെ ചെയ്യാം. കാലും അങ്ങനെ തന്നെ. ഇനി അടുത്തതാണ് കീലസന്ധി. ഗോളരസന്ധി, വിജാഗരസന്ധി, കീലസന്ധി. കീലസന്ധി എന്ന് പറഞ്ഞാൽ കഴുത്ത്, തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം. എല്ലാവരും ഒന്ന് കീലസന്ധി തൊട്ട് നോക്കിയേ. നമ്മുടെ തലയോട്ടും നട്ടെല്ലും കൂടി ചേർന്ന ഭാഗമാണ്, കഴുത്താണ് എന്ത്? കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഒരു അസ്ഥി മറ്റൊന്നിൽ, അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇരുദിശകളിലേക്കും തിരിയുന്നു. അതായത് നമുക്ക് മേലോട്ട് നോക്കാം, കഴുത്തോണ്ട് താഴോട്ട് നോക്കാം, അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നാച്ചുറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ GK-യുമായി ബന്ധപ്പെട്ട മെയിൻ ടോപ്പിക്സും 6ാം ക്ലാസ്സിലെ നാച്ചുറൽ സയൻസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.